+2 ഫിസിക്സിലെ ഇമ്പോർട്ടൻറ്റ് ഗ്രാഫ് പാർട്ട് 3 ആണ്. നോക്കുക, നമ്മളിനി പറയാൻ പോകുന്നത് ഓൾട്ടർനേറ്റിംഗ് കറണ്ടിലെ ഇമ്പോർട്ടൻറ്റ് ഫേസർ ഡയഗ്രാംസ് എല്ലാം പറഞ്ഞു പോവുകയാണ്. സ്ഥിരം ക്വസ്റ്റ്യൻസ് ആണ്. ഡെറിവേഷൻ ചോദിച്ചാൽ പോലും അതിന്റെ ബി പാർട്ട് എന്തായിരിക്കും? ഫേസർ ഡയഗ്രാം ആയിരിക്കും. ഓക്കെ, അവിടെ നോക്കാം. ഫസ്റ്റ് റെസിസ്റ്റീവ് സർക്യൂട്ട്. ഒരു സർക്യൂട്ടിൽ റെസിസ്റ്റൻസ് മാത്രം കണക്ട് ചെയ്തു. അപ്പോൾ അതിന്റെ ഗ്രാഫ് കണ്ടാൽ തിരിച്ചറിയാൻ എളുപ്പമാണ്. അവിടെ വിയും ഐയും ഒരുപോലെയാണ് ഇൻക്രീസ് ആവുന്നത് അല്ലേ, ചേഞ്ച് ആവുന്നത് വി ഐ ഒരുപോലെ. അതായത് വോൾട്ടേജും കറണ്ടും റെസിസ്റ്റീവ് സർക്യൂട്ട് ആണെങ്കിൽ ഫേസിലായിരിക്കും, സെയിം ഫേസിലാണ്. അതുകൊണ്ട് ഒരുപോലെ വരച്ചു പോകുന്നുണ്ടോ, സെയിം പോലെ. ഇതാണ് വോൾട്ടേജ്, അതുപോലെ തന്നെയാണ് കറണ്ടും പോകുന്നത്. ഓക്കെ, സെയിം ഫേസ്. ദെൻ അതിന്റെ ഫേസർ ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു വോൾട്ടേജ് വരയ്ക്കും. ഒരു എക്സ്പൈ പ്ലേറ്റ് എടുത്ത് ആദ്യം എന്ത് വരയ്ക്കും? വോൾട്ടേജ് വരയ്ക്കും. ഇത് വോൾട്ടേജ്. അതിന്റെ ബാക്കിൽ കൂടെ എന്തും വരയ്ക്കും? കറണ്ടും വരയ്ക്കും. കാരണം രണ്ടും എന്താണ്? ഒരേ ഫേസ് ആണ്, ഒരേ ആംഗിൾ ആണ് എന്ത് ചെയ്യുന്നത്? എക്സുമായി ഉണ്ടാക്കുന്നത് ഒരേ ആംഗിൾ. ഓക്കെ, അപ്പൊ ഇത് ഓർത്തിരിക്കുക, രണ്ടും ഒരേ ഫേസ് ആണ്. റെസിസ്റ്റീവ് സർക്യൂട്ട് ആണെങ്കിൽ വിയും ഐയും വോൾട്ടേജും കറണ്ടും ഒരേ ഫേസിലാണ്. ദെൻ രണ്ടാമത്തത് ഇൻഡക്റ്റീവ് സർക്യൂട്ട്. ഇൻഡക്റ്റീവ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു സർക്യൂട്ടിൽ ഇൻഡക്ടർ മാത്രം കണക്ട് ചെയ്യുന്നു. ഇൻഡക്ടർ മാത്രം കണക്ട് ചെയ്തു. അവിടെ പ്രത്യേകം എന്താ? വോൾട്ടേജും കറണ്ടും റിലേഷൻ എന്താണ്? കറണ്ട് ലാഗ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജിന്റെ ബാക്കിലായിരിക്കും കറണ്ട് വരുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ നോക്കി, ഇവിടെ ഗ്രാഫ് നോക്കാം. വോൾട്ടേജ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, കറണ്ട് ഇവിടെ ബാക്കിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? കറണ്ട് എപ്പോഴും വോൾട്ടേജിന് ബാക്കിലായിരിക്കും. അപ്പൊ ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ വോൾട്ടേജ് എപ്പോഴും ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, അതിന്റെ ബാക്കിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ എന്താണ്? ഇൻഡക്ടർ ആണ്. അതാണ് ക്ലൂ എന്ന് പറഞ്ഞത്, ഇൻഡക്ടർ ആണ്. ദെൻ ഫേസ് വരെ വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ആദ്യം എന്ത് വരയ്ക്കുക? വി വരയ്ക്കുക. ആദ്യം എന്ത് വരയ്ക്കുക? വി വരയ്ക്കുക. അതിന്റെ 90 ഡിഗ്രി ബാക്കിലായിട്ട് ആര് വരയ്ക്കുക? ഐ വരയ്ക്കുക. കാരണം എന്താണ്? കറണ്ട് വോൾട്ടേജിനെ ലാഗ് ചെയ്യുന്നു. എത്ര വോൾട്ടേജ് ലാഗ് ചെയ്യുന്നു? π/2. ആംഗിൾ എത്രയാണ്? π/2. ദെൻ കപ്പാസിറ്റീവ് സർക്യൂട്ട്. ഒരു സർക്യൂട്ടിലെ കപ്പാസിറ്റർ മാത്രം കണക്ട് ചെയ്തു. അവിടെ എന്താ റിലേഷൻ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് റിലേഷൻ എന്നാണ്. കറണ്ട് ലീഡ് വോൾട്ടേജ് ബൈ എ ഫേസ് ഓഫ് π/2. കറണ്ട് ഫ്രണ്ടിലാണ്. നേരത്തെ ബാക്കിൽ ഇപ്പൊ എന്താണ്? കറണ്ട് ഫ്രണ്ടിലാണ്. ഇവിടെ നോക്കി, വോൾട്ടേജ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, കറണ്ട് ഫ്രണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. കണ്ട, ഫ്രണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അതാണ് ക്ലൂ എന്ന് പറഞ്ഞത്. ദെൻ ഫേസിലാണെങ്കിലോ ആദ്യം വോൾട്ടേജ് വരയ്ക്കുക, 90 ഫ്രണ്ടിലായിട്ട് ആര് വരയ്ക്കുക? കറണ്ട് വരയ്ക്കുക. ഓക്കെ, എത്രയേ ഉള്ളൂ. ഈ 3 ഗ്രാഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.